സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിന്റെ അവകാശം നിനക്ക് തന്നെ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നോടും നിന്റെ തലമുറയോടൊരു വാഗ്ദത്തവും അവകാശവും നൽകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്കായി ചെയ്തു തരും. ഇന്നത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വ്യക്തമായിട്ടും ശലോമൻ രാജാവിൻ്റെ ജീവിതത്തിൽ ശലോമൻ അവകാശിയായി സിംഹാസനത്തിൽ കയറുന്നതിന് തൊട്ടു മുന്നമേ തന്ത്രപൂർവം വേറൊരു രാജാവ് അവകാശം പറഞ്ഞ് കയറാൻ നോക്കുമ്പോൾ സർവശക്തനായ ദൈവം അവകാശപ്പെട്ട വ്യക്തിക്ക് തന്നെ ആ നന്മയെ കൊടുക്കുന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. 1 രാജാക്കന്മാരുടെ പുസ്തകം 1:12 ആകയാൽ വരിക, നിന്റെ ജീവനെയും നിന്റെ മകനായ ശലോമൻ്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. 1 രാജാക്കന്മാർ 1:39 സാദേക്ക് പുരോഹിതന് ത്രിക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ശലോമിനെ അഭിഷേകം ചെയ്തു. അവർ കാഹളമൂതി ജനമൊക്കെ ശലോമൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ശലോമിൻ്റെ മാതാവിനോട് നാഥാൻ പ്രവാചകൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ അവസാനമായി വായിച്ചു കേട്ടത്. അതിനുശേഷം സാദോക്ക് പുരോഹിതൻ ശലോമിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കുന്ന മേഖലയിൽ സംസാരിക്കുമ്പോൾ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നതാണ് ആ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് പരിശുദ്ധാൻ നമ്മോട് പറയുന്ന ഒരു ദൂത്, നിന്റെ അവകാശവും നിനക്ക് തന്നതായ നന്മയും ദൈവം നിനക്ക് തന്നെ നൽകും. പ്രിയരെ, ദൈവം നിന്നോടൊരു വാക്കു പറഞ്ഞാൽ ദൈവം നിനക്ക് തന്നെ നൽകും. എന്നാൽ ആ അവകാശം വേറൊരുവിന് ദൈവം വിട്ടുകൊടുക്കയില്ല. നീ ദൈവത്തിൻ്റെ ആലോചന കേട്ടാൽ മാത്രം മതി. ദൈവം പറയുന്ന സമയം നീ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നീ പ്രവർത്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം നിനക്കും നിന്റെ തലമുറയ്ക്കും നൽകുമെന്ന് വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന അവകാശത്തെ ശത്രു തന്ത്രപൂർവ്വം പിടിച്ചെടുക്കുവാൻ നോക്കിയാലും ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ദൈവം പിടിച്ചെടുത്ത് നിനക്കും നിന്റെ തലമുറയ്ക്കും ആ അവകാശത്തെ നിങ്ങളുടെ കരങ്ങളിൽ കൊണ്ടെത്തിക്കും. ആമേൻ. ഇവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അടുത്ത് ദാവീദ് കഴിഞ്ഞാൽ ശലോമനാണ്. എന്നാൽ ദാവീദ് ആയിരിക്കുമ്പോൾ പ്രായമായിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഇതേ അവസരം കൈക്കലാക്കുവാൻ, അതായത് ദാവീദ് കഴിഞ്ഞ് അടുത്ത സിംഹാസനം കൈക്കലാക്കുവാൻ തന്ത്രപൂർവ്വം ഒരു അദോനിയാവ് എഴുന്നേറ്റ് വന്നു. അവൻ എഴുന്നേറ്റ് വന്നത് എങ്ങനെയെന്നറിയാമോ? അവൻ നിഗളിച്ചുകൊണ്ട് അവൻ സ്വയം പറയുകയാണ്, ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞ് അവൻ സ്വയമായിട്ട് രഥത്തെയും കുതിരച്ചേവകരെയും തനിക്ക് മുമ്പായി ഓടുവാൻ 50 അകമ്പടികളെയും അവൻ സ്വയം സമ്പാദിക്കുകയാണ്. അതിനുശേഷമായിട്ട് താൻ എന്തു ചെയ്തു? സ്വയമായി താനാണ് ഇനി രാജാവെന്ന് എല്ലാവരോടും പറഞ്ഞ് പ്രഖ്യാപിച്ച് അവനിതാ വാഴുവാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ഈ സംഭവം ദാവീദ് അറിയുന്നില്ല. നാഥാൻ പ്രവാചകൻ ഇത് അറിഞ്ഞു. ഉടൻ തന്നെ നാഥാൻ പ്രവാചകൻ ശലോമിൻ്റെ അമ്മയായ ബത്സേദയോട് ഈ കാര്യങ്ങൾ അറിയിച്ചു. കാരണം ബത്സേദയോട് ദാവീദ് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മകനായ ശലോമനെ ഞാൻ അടുത്ത അനന്തരമായി അവകാശിയായി തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശലോമൻ അടുത്ത് കയറേണ്ട സ്ഥാനത്ത് തന്ത്രപൂർവ്വം മത്സരിയായ ഒരു അദോനിയാവ് രാജാവായിരിക്കുന്നത് ദാവീദ് അറിയുന്നില്ല. ഇതറിഞ്ഞതായ നാഥാൻ പ്രവാചകൻ ബത്സേദയോട് പറയുകയും നീ ചെന്ന് ദാവീദ് രാജാവിനെ ഇത് അറിയിക്കുകയും നീ ഇത് സംസാരിക്കുമ്പോൾ ഞാൻ ഈ വിഷയത്തിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബത്ശേബ നാഥാൻ പ്രവാചകൻ പറഞ്ഞ വാക്ക് കേട്ട് ആമേൻ അതുപോലെ അനുസരിച്ച് ദാവീദിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഈ കാര്യം പറഞ്ഞ് തീർന്നപ്പോൾ തന്നെ നാഥാൻ പ്രവാചകനും കൊട്ടാരത്ത് ചെന്ന് പറഞ്ഞു, അതേ രാജാവേ, ഇങ്ങനെ തന്ത്രപൂർവ്വം അദോനിയാവ് രാജാവായിരിക്കുന്നു. അങ്ങ് വാഗ്ദത്തമാണല്ലോ, അനന്തരവനായി വാഴേണ്ട സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ശലോമനാണെന്ന്.
ആമേൻ. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ രാജാവിന് ബോധ്യമായി. രാജാവ് ഉടനെ പറഞ്ഞു, അതെ, ഉടനെ ശലോമനെ വരുത്തുവാൻ പറഞ്ഞു. ശലോമനെ വരുത്തിയിട്ട് ആമേൻ ശലോമനെ അഭിഷേകം ചെയ്യുവാൻ സാദോക്ക് പുരോഹിതൻ, ത്രിക്കൂടാരത്തിൽ ആയിരുന്ന ആമേൻ സാദോക്ക് പുരോഹിതനോട് അറിയിപ്പ് കൊടുത്തു. ത്രിക്കൂടാരത്തിൽ നിന്ന് നീ പുറപ്പെട്ട് വേഗം വാ, തൈലക്കൊമ്പും തൈലത്ത്, അതായത് കൊമ്പിൽ തൈലം നിറച്ച് ശലോമിനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം അറിയിപ്പ് കൊടുത്ത ഉടൻ തന്നെ ആമേൻ സാദോക്ക് പുരോഹിതൻ പുറപ്പെട്ടു വന്നു. ഉടനെ ആമേൻ ശലോമിനെ അഭിഷേകം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ശലോമിനെ അഭിഷേകം ചെയ്ത ഉടനെ ജനമെല്ലാം ശലോമൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്ത്രപൂർവ്വം ഏത് അദോന്യമാർ നിനക്കും നിന്റെ തലമുറയ്ക്കുമുള്ള അവകാശത്തെ തന്ത്രപൂർവ്വം മത്സരിച്ച് നിന്റെ സിംഹാസനത്തെ നന്മയും പിടിച്ചടക്കാൻ നോക്കിയാലും സർവശക്തനായ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. നീ കേൾക്കേണ്ട ദൂതുകൾ അതത് സമയത്ത് കേട്ട് നീ പ്രാർത്ഥിച്ച് ജ്ഞാനത്തോടുകൂടെ ശത്രു തന്ത്രപൂർവ്വം എഴുന്നേറ്റു വന്നാലും അതിനെ ഉടച്ചു കളയത്തക്കവണ്ണം ഇതാ ബേർശേബയ്ക്ക് നാഥാൻ പ്രവാചകൻ ആലോചനയും പരിജ്ഞാനവും പറഞ്ഞു കൊടുക്കുന്നത് പോലെ നീ കർത്താവിൽ ആശ്രയം വെച്ച് ദൈവാത്മാവ് പറയുന്ന അനുസരിച്ച് നീ സ്റ്റെപ്പ് വെച്ചാൽ ശത്രു തട്ടിപ്പറിച്ച് കൊണ്ടുപോകേണ്ട അവകാശത്തെ നന്മയെ നിനക്കും നിന്റെ തലമുറയ്ക്കും ദൈവം നൽകും. ഇതാ ശലോമൻ രാജാവായിരിക്കുന്നു, പട്ടണം ഘോഷിക്കുകയാണ്. ഈ സമയം ഈ അദോനിയാവും കൂട്ടരും എന്താണ് ചെയ്യുന്നത്? അദോന്യരും കൂട്ടരും പട്ടണം കലങ്ങിയിരിക്കുന്ന ഈ ആരാവം എന്തെന്നവർ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മറുപടി കിട്ടിയത്, നമ്മുടെ രാജാവായ ദാവീദ് ശലോമനെ രാജാവാക്കിയിരിക്കുന്നു, അത്രയുമല്ല ശലോമൻ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അദോന്യാവിൻ്റെ വിരുന്നിലിരുന്നവർ എല്ലാവരും ഭയപ്പെട്ടു. അവരെല്ലാവരും അദോന്യാൻ്റെ അടുത്തു നിന്നും ഇറങ്ങി അവരവരുടെ വഴിക്ക് പോയി. അവരെല്ലാം ഭയപ്പെട്ടു പോയി. ഇതേ സമയം അദോന്യാവിന് എന്താണ് സംഭവിച്ചത്? അദോന്യാവ് ശലോമൻ രാജാവിനെ ഭയപ്പെട്ട് ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു. കാരണം യാഗപീഠത്തിൻ്റെ കൊമ്പ് പിടിക്കാൻ കടന്നുപോയതിൻ്റെ കാരണം തനിക്ക് മരണം ഉറപ്പാണെന്ന് അദോന്യാവിന് മനസ്സിലായി. അതുകൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പ് പിടിച്ചാൽ ഒരു നീതിയെങ്കിലും എനിക്ക് ലഭിക്കും, എന്നെ കൊന്നുകളയാതിരിക്കുവാനാണ് അദോന്യാവ് ഭയപ്പെട്ട്, ആരെ ഭയപ്പെട്ട്? ശലോമനെ ഭയപ്പെട്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചത്. പ്രിയപ്പെട്ടവരെ, നിനക്ക് വിരോധമായിട്ട് നീയും നിൻ്റെ തലമുറ അനുഭവിക്കേണ്ട അവകാശത്തെ, സിംഹാസനത്തെ തന്ത്രപൂർവ്വം ഏതൊരു അദോന്യാവ് പിടിച്ചടക്കാൻ നോക്കിയാലും നീ ദൈവസനെ നെടുമ്പാട് വീണ് ദൈവസനെ നിൻ്റെ വിഷയം കൊടുത്താൽ ബേർശേബ നാഥാൻ പ്രവാചകന്റെ സപ്പോർട്ടോടെ അറിഞ്ഞതോടെ ദാവീദിനെ അറിയിച്ചതുപോലെ നിന്റെ വിഷയം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നീ ഉയരത്തിലെ യേശുവിനോട് നിന്റെ വാഗ്ദത്തത്തെ, നിന്റെ തലമുറയുടെ വാഗ്ദത്തത്തെ നീ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി നീതി ചെയ്യും. നിനക്കും നീയും നിന്റെ തലമുറ അനുഭവിക്കേണ്ട നന്മയെ ശത്രു തന്ത്രപൂർവ്വം തട്ടിപ്പറിച്ചെടുക്കുവാൻ നോക്കിയാലും നീ നിന്റെ വിഷയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം നിന്നോടൊരു വാഗ്ദത്തവും അവകാശവും നൽകുമെന്ന് പറഞ്ഞാൽ അത് നിനക്കായി തന്നെ നൽകുകയും നിൻ്റെ അവകാശം, സ്ഥാനം നിനക്ക് തന്നെ ദൈവം നൽകും, നിൻ്റെ തലമുറയ്ക്ക് തന്നെ നൽകും. അത് തന്ത്രപൂർവ്വം ആര് തട്ടിപ്പറിക്കാൻ നോക്കിയാലും, ആ തന്ത്രപൂർവ്വം നിൻ്റെ അവകാശത്തെ തട്ടിപ്പറിച്ചെടുക്കുവാൻ നോക്കിയാലും ശത്രു ലജ്ജിച്ച് തലതാഴ്ത്തത്തക്കവണ്ണം ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ബേർശേബ നാഥാൻ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് അദോന്യാവിൻ്റെ തന്ത്രങ്ങളെ ദാവീദ് രാജാവിനോട് പറയാനൊരു ധൈര്യം അവൾക്കുണ്ടായി. തന്നോടും തൻ്റെ മകനോടുമുള്ള വാഗ്ദത്തത്തെ പ്രവാചകൻ ഉണർത്തിയപ്പോൾ അതുപോലെ ചെന്ന് അറിയിക്കുവാനും ആ സമയത്ത് തന്നെ അവൾക്ക് തീരുമാനമെടുക്കാൻ തക്കവണ്ണം അവൾക്കൊരു ധൈര്യം രാജാവിൻ്റെ അടുക്കൽ പോകാനുണ്ടായി. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നമുക്കെതിരെ ശത്രു തല ഉയർത്തുമ്പോൾ നാം ഭയപ്പെട്ട് അയ്യോ ഇനി കിട്ടത്തില്ലെന്ന് ഭയപ്പെട്ട് വിളിക്കാനല്ല, നീ ഈ വിഷയവുമായി
അധോന്യമായി ദൈവസന്നിധിയിൽ നിന്റെയും നിന്റെ തലമുറയുടെ അവകാശത്തെ പിടിച്ചെടുക്കുന്ന അധോന്യമാർ ലജ്ജിച്ച് തലതാഴ്ത്തത്തക്കവണ്ണം നീ വിഷയം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നീതി ലഭിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധി ചെന്നാൽ നിനക്കും നിന്റെ തലമുറയ്ക്കും അവകാശപ്പെട്ടതിന് സ്വർഗത്തിലെ ദൈവം മടക്കിത്തരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടു ചെല്ലാതെ ദൈവം നിന്നോട് പറഞ്ഞതായ വാഗ്ദത്തത്തിൻ്റെ വിടുതനായി യേശുവിൻ്റെ സന്നിധി കൊടുക്ക്. നിന്റെ വിഷയത്തിനും സപ്പോർട്ട് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് തുണയായി കൂടെ നിന്ന് നിന്റെ ശത്രു തന്ത്രപൂർവ്വം നിന്നിൽ നിന്നും നിന്റെ നന്മയെ തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കുന്നത് ഉയരത്തിലെ ദൈവം അതിനെ പൊട്ടിച്ചു കളഞ്ഞ് നിനക്കും നിന്റെ തലമുറയ്ക്കും അവകാശപ്പെട്ട നന്മയെ സ്വർഗത്തിലെ ദൈവം മടക്കിത്തരും. ഒരിക്കൽ ഒരു വളരെ സാധുവായ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാസനും കുടുംബവും അവർ താമസിച്ചൊരു ചെറിയ വീടും ആലയത്തെ ശത്രു കള്ളക്കേസ് കൊടുത്ത് തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ അവർ ഈ വിഷയം മനുഷ്യൻ്റെ മുമ്പ് കൊണ്ടുപോയില്ല. ദൈവസന്നി നെടുമ്പാട് വീണ് ദൈവസന്നി വിഷയം കൊടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം ശത്രുവിൻ്റെ തന്ത്രങ്ങളെ പൊട്ടിച്ച് ദൈവം അവർക്ക് അനുകൂലമായി, അവർക്ക് അവകാശപ്പെട്ടതിന് ദൈവം അനുകൂലമായി അവർക്ക് മടക്കി കൊടുത്തു. നിന്റെ ഏത് വിഷയവും നീ മനുഷ്യൻ്റെ മുമ്പ് കൊണ്ടുപോകേണ്ട, ദൈവസന്നി കൊണ്ടുപോകുക. നീയും നിന്റെ തലമുറ അനുഭവിക്കേണ്ട അവകാശത്തെ നന്മയും ശത്രുവായ അധോന്യാവ് മത്സരിച്ച് സിംഹാസനം പിടിച്ചെടുക്കാൻ അവൻ ഉപയോഗിക്കുന്ന സകല തന്ത്രത്തെയും സ്വർഗത്തിലെ ദൈവം ഉടച്ചു മാറ്റും. ഈ വചനപ്രകാരം ആര് സമർപ്പിക്കുന്നു, നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകൾ, നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, ഗിദെയോൻ പറഞ്ഞതുപോലെ ഇനി ശത്രുവിനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, മുന്തിരിച്ചക്കിൻ്റെ അടിയിലിരുന്നാലും ഞാനത് മെതിച്ചെടുക്കും. നിങ്ങൾ എത്ര പേർ ധൈര്യപ്പെടുന്നു? നിങ്ങളുടെ ഏത് വിഷയം ശത്രുവിനെ കണ്ട് ഭയപ്പെടാതെ ദൈവസന്നി കൊടുക്ക്. ആമേൻ. ദൈവം നിങ്ങൾക്ക് ആ നന്മയെ മടക്കി തരും. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, അവകാശങ്ങളും നന്മകളെയും ഭൂമിയിൽ പ്രാപിച്ചെടുക്കേണ്ട പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്ന് ശത്രു വലിച്ചു കൊണ്ടുപോയ നന്മകളെ ഞാൻ മടക്കി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു വെളിപ്പെടട്ടെ. ഇവർ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ട സകല നന്മകളും അനുഗ്രഹങ്ങളും ഈ മക്കൾക്ക് സ്വർഗത്തിലെ ദൈവം അവകാശമായി കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇവർക്കത് മടക്കി കിട്ടട്ടെ. ശത്രു ലജ്ജിച്ച തല താഴ്ത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.